കേട്ടാൽ മനസ്സിലാകും, പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. കുറച്ച് വാക്കുകൾ മാത്രം ഇംഗ്ലീഷിൽ അറിയാം, പക്ഷെ ഈ വാക്കുകൾ കൊണ്ട് എങ്ങനെ സെന്റൻസസ് ഉണ്ടാക്കണം എന്നറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു 30 days ചാലഞ്ച് വെക്കുന്നത്. ഈ 30 days ചാലഞ്ച് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ 30 ദിവസങ്ങളിൽ 30 വീഡിയോസ് പോസ്റ്റ് ചെയ്യും. ഈ 30 വീഡിയോസിൽ തീരെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക്, അതായത് ഒട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവർക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കത്തക്ക രീതിയിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ്. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണണം. ഈ 30 ദിവസത്തെ വീഡിയോസ് മുഴുവനും കാണണം. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസ് കാണാനായിട്ട് ഇപ്പൊ തന്നെ ചാനൽ ഫോളോ ചെയ്യുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തും കൂടി പഠിക്കണം. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ടഫ് വാക്കുകളോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഡെയിലി ലൈഫിലെ സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം എന്ന് സിമ്പിൾ ആയിട്ട് പഠിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ, മലയാളം അറിയാത്ത ഒരാളെ പരിചയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പറയാനല്ല, പക്ഷെ എങ്കിലും പിടിച്ചു നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു സിമ്പിൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അതും നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ യൂസ് ചെയ്തിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പഠിക്കാൻ തീരെ പ്രയാസമില്ല, അത്ര സിമ്പിൾ ആയിട്ടാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പം മറക്കണ്ട, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. ഈ 30 ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ ഗ്യാരണ്ടി ചെയ്യാം, ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സംസാരിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഭയങ്കര കട്ടിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുതുതായിട്ടുള്ള വാക്കുകളൊന്നും പഠിക്കുന്നില്ല. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ വെച്ച് എങ്ങനെ സംസാരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ബേസിക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ സമയം അനുസരിച്ച് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഈ 3 വാക്കുകളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഗുഡ് മോർണിംഗ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, രാവിലെ അല്ലേ. ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഗുഡ് ഈവനിങ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സന്ധ്യയ്ക്കാണെങ്കിൽ, അതായത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 5:30 കഴിയുമ്പോൾ, അതായത് സന്ധ്യാസമയം ആകുമ്പോഴാണ് നമ്മൾ ഗുഡ് ഈവനിങ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താ ഇന്റർവ്യൂ സമയത്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എപ്പോഴാണ്? ഇന്റർവ്യൂവിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. ഒരു പുതിയ ആളെ കാഷ്വൽ ആയിട്ടൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ ഒരു പുതിയ ആളെ പരിചയപ്പെടുകയാണ്, എവിടെയെങ്കിലും വെച്ചൊരു പുതിയ ആളെ പരിചയപ്പെടുകയാണ്, അവർക്ക് മലയാളം അറിയില്ല, ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ ഈ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്ന് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കാഷ്വൽ ആയിട്ട് ഹായ് ഹലോ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇത് സിമ്പിൾ ആണ്. ഇനി അടുത്ത് നമ്മുടെ പേരായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ പേര് നമുക്ക് എങ്ങനെയൊക്കെ പറയാം? നമുക്ക് ഫസ്റ്റ് എങ്ങനെ പറയരുതെന്ന് നോക്കാം. പലരും യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മൈസെൽഫ്, എൻ്റെ പേര് തന്നെ എഴുതാം, രേവതി, അല്ലെങ്കിൽ ദിസ് ഈസ് മീ, രേവതി. അതുപോലെ തന്നെ ചിലർ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് മൈ ഗുഡ് നെയിം ഇസ്, മൈ ഗുഡ് നെയിം. ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാനേ പാടില്ല. എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പാടില്ല? ഒന്ന്, നമ്മൾ ഒരിക്കലും മൈസെൽഫ് രേവതി എന്ന് പറയില്ല. ഈ മൈസെൽഫ് എന്നുള്ള വാക്കിന്റെ കൂടെ എപ്പോഴും ഐ എന്നുള്ള വാക്ക് വരും. ആ സെന്റൻസിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ തുടക്കത്തിൽ ഐ എന്നുള്ള വാക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൈസെൽഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. വെറുതെ നമുക്ക് മൈസെൽഫ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് തെറ്റാണ്. അത് പലരും യൂസ് ചെയ്യാറുണ്ട് അല്ലെ? നിങ്ങളിൽ പലരും അത് യൂസ് ചെയ്യാറില്ലേ? ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ദിസ് ഇസ് മീ രേവതി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഞാനാണ് രേവതി. അപ്പൊ ഓൾറെഡി നിങ്ങൾ അറിയാവുന്ന ഒരാളുടെ അടുത്താണ് നമ്മൾ ഇത് ഞാനാ രേവതി എന്ന് പറയുന്നത് ഫോൺ വിളിക്കുമ്പോൾ. അല്ലാതെ വെറുതെ നമ്മൾ ചെന്നിട്ട് നമ്മൾ അറിയാത്ത ഒരാളുടെ അടുത്ത് ഇത് ഞാനാ രേവതി എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുമ്പോൾ ലോജിക്കലാണോ? അല്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ലോജിക്കൽ അല്ല. അപ്പൊ ഇത് പറയാൻ പാടില്ല. ദിസ് ഇസ് മീ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത് മൈ ഗുഡ് നെയിം ഇസ്. സോ ഇത് ഹിന്ദിയിൽ മേരാ ശുഭ്നാം, ആപ്കാ ശുഭ്നാം ക്യാ ഹെ എന്നൊക്കെ നമ്മൾ ചോദിക്കും ഹിന്ദിയിൽ. അപ്പൊ അത് നമ്മൾ ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ മലയാളത്തിലാണെങ്കിൽ എന്റെ നല്ല പേരെന്ന് പറയാറില്ല. അപ്പൊ അത് ഹിന്ദിയിൽ മാത്രം, ഹിന്ദി, സാൻസ്ക്രിറ്റ് അങ്ങനത്തെ ഭാഷകളിൽ മാത്രം ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു ഉപയോഗമാണ്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ നോർത്ത് ഇന്ത്യൻസ്, ഹിന്ദി സംസാരിക്കുന്നവർ, സാൻസ്ക്രിറ്റ് സംസാരിക്കുന്നവരൊക്കെ ഇംഗ്ലീഷ് പഠിച്ച സമയത്ത് അവരിവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പം നമ്മൾ അത് ഫോളോ ചെയ്തു, കോപ്പി ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ നോർമൽ രീതിയിൽ നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ സിംപ്ലി സേ മൈ നെയിം ഇസ്. അത് ഗുഡും ബാഡും നെയിം ഒന്നുമില്ല. അത് വെറുതെ ഒരു ഓൾഡ് റെഫറൻസ് ആണ്, ഓൾഡ് ഇംഗ്ലീഷ് റെഫറൻസ് ആണ്. നൊബിലിറ്റീസ്, രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓൾഡ് ഇംഗ്ലീഷ് റെഫറൻസ് ആണ്. അല്ല, നമ്മൾ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ പേര് പറയാം? സിമ്പിൾ ആണ്.
മൈ നെയിം ഈസ് അല്ലെങ്കിൽ ഐ ആം എന്ന് പറയാം. ഓക്കെ, മൈ നെയിം ഈസ് അല്ലെങ്കിൽ ഐ ആം എന്ന് പറയാം. മൈ നെയിം ഈസ് രേവതി അല്ലെങ്കിൽ ഐ ആം രേവതി. അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ. വേറെ നമ്മൾ എക്സ്ട്രാ ചുമ്മാ ആവശ്യമില്ലാതെ ആഡ് ചെയ്ത് കുളവാക്കേണ്ട ആവശ്യമില്ല, തെറ്റിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സിമ്പിൾ അല്ലേ? മൈ നെയിം ഈസ് രേവതി അല്ലെങ്കിൽ ഐ ആം രേവതി. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? നമ്മളിപ്പോൾ നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അടുത്ത് എന്താ പറയാ? നമ്മൾ എവിടെ നിന്നാ വരുന്നതെന്ന് പറയാം അല്ലേ? അപ്പൊ അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ഐ കം ഫ്രം എന്ന് പറയാം. ഐ കം ഫ്രം, കം എന്ന് വെച്ചാൽ എന്താന്ന് എല്ലാവർക്കും അറിയാലോ, വരുന്നത് അല്ലെങ്കിൽ വരിക എന്നുള്ളതിനാണ് നമ്മൾ കം എന്ന് പറയുന്നത്. ഐ കം ഫ്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ഥലത്തിന്റെ പേര് പറയാം. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ഐ ആം ഫ്രം എന്ന് വെച്ചാൽ ഇവിടെ എന്താ വരുന്നത് എന്നില്ല, ഞാൻ ഇവിടെ നിന്നാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വേണമെങ്കിൽ പറയുമ്പോൾ ഞാൻ ഐ ആം ഫ്രം പത്തനംതിട്ട എന്ന് നമുക്ക് പറയാം. ഐ ആം ഫ്രം പത്തനംതിട്ട. ഐ എം ഫ്രം പത്തനംതിട്ട. സോ ഐ കം ഫ്രം ആണോ നല്ലത്, ഐ ആം ഫ്രം പത്തനംതിട്ട എന്ന് പറയുന്നതാണോ നല്ലത്? ഐ ആം ഫ്രം എന്നായിരിക്കും ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് തെറ്റാണെന്നല്ല. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പറയാം. ഒന്നെങ്കിൽ ഐ കം ഫ്രം പത്തനംതിട്ട അല്ലെങ്കിൽ ഐ ആം ഫ്രം പത്തനംതിട്ട. നിങ്ങളുടെ സ്ഥല പേര് ഏതാണോ അത് ലാസ്റ്റിൽ എഴുതാം. ഞാൻ എൻ്റെ നാട് പത്തനംതിട്ട ആയതുകൊണ്ട് ഞാൻ എൻ്റെ നാടിൻ്റെ പേര് എഴുതിയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ നാടിൻ്റെ പേര് എഴുതാം. സോ ഐ കം ഫ്രം അല്ലെങ്കിൽ ഐ ആം ഫ്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്ഥലം എഴുതാം. ഇനി അടുത്തത് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എവിടെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ജോലി ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പൊതുവെ പറയാറുള്ളത്? നമ്മൾ ഒന്നെങ്കിൽ പറയും ഞാൻ ഒരു ടീച്ചറാണ്. എൻ്റെ കേസാണെങ്കിൽ ഞാൻ ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ബിസിനസ് മാൻ ആണ്, ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയും, അല്ലെങ്കിൽ ഞാനൊരു ഹോം മേക്കർ ആണെന്ന് പറയാം, ഞാൻ ഒരു ഡ്രൈവറാണ്, ഞാൻ ഒരു പ്ലംബർ ആണ്. അപ്പൊ എന്താണോ നിങ്ങളുടെ ജോലി നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരു എന്നാണ് പറയാം അല്ലെ, ഞാനൊരു അങ്ങനെ പറയും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെയാ പറയാം? നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ ആം അല്ലെങ്കിൽ ആൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻജിനീയർ അങ്ങനെ വവ്വൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിനോട് ആൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എ ആണ് യൂസ് ചെയ്യുക. സോ ഐ ആം എ ടീച്ചർ അല്ലെങ്കിൽ ഐ ആം എ ഹോം മേക്കർ. ഐ ആം എ ബിസിനസ് മാൻ. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ടൊരു കട നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തെങ്കിലും ഒരു ബിസിനസ് റൺ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ഐ എം എ ബിസിനസ് മാൻ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? ഐ ആം ആൻ ഓൺട്രപ്രനോർ. ഐ ആം ആൻ ഓൺട്രപ്രനോർ എന്ന് പറയും. സോ എന്താണോ നിങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഐ ആം എ അല്ലെങ്കിൽ ആൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. സിമ്പിൾ അല്ലേ? അത്ര പ്രയാസമുണ്ടോ? സോ ഐ വർക്ക് അറ്റ് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജോലി എന്താണെന്ന് പറയാനായിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? ഐ ആം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ ഐ വർക്ക് അറ്റ് എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറയാം. ഐ വർക്ക് അറ്റ്. ഞാൻ ജോലി ചെയ്യുന്നത് സ്ഥലത്തിന്റെ കമ്പനിയുടെ പേരിന്റെ മുന്നെയാണ് അറ്റ്. ഫോർ എക്സാമ്പിൾ ഐ വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര. ഓക്കെ, സോ ഐ വർക്ക് അറ്റ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയാ? നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ആ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേര് പറയുമ്പോഴാണ്, അല്ലാതെ ജോലിയുടെ കാര്യം പറയുമ്പോഴല്ല. ഐ വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര, ഐ വർക്ക് അറ്റ് വിപ്രോ, ഐ വർക്ക് അറ്റ് ദ ഫെഡറൽ ബാങ്ക്, ഐ വർക്ക് അറ്റ് SBI. സോ എന്താണോ നിങ്ങളുടെ കമ്പനിയുടെ പേര്, ആ പേര് പറയാനായിട്ട് ഐ വർക്ക് അറ്റ് എന്നുള്ള ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കിയാലോ എന്തൊക്കെയാ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടതെന്ന്. ഫസ്റ്റ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുന്നെങ്കിൽ ഹായ്, ഹലോ. അതിനുശേഷം നമ്മുടെ പേര് പറയണം. എങ്ങനെയൊക്കെ നമ്മുടെ പേര് പറയാം? ഒന്നെങ്കിൽ നമുക്ക് മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഐ ആം എന്ന് പറഞ്ഞ് നമ്മുടെ പേര് പറയാം. ഓക്കെ, അതിനുശേഷം എവിടെ നിന്നാണ് നമ്മൾ വരുന്നതെന്ന് പറയണം. അതെങ്ങനെ നമ്മൾ പറയാം? ഒന്നെങ്കിൽ നമുക്ക് ഐ കം ഫ്രം എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഐ ആം ഫ്രം എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. ഞാൻ സജസ്റ്റ് ചെയ്യുക ഐ ആം ഫ്രം എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ, നല്ലത്. ഇനി നമ്മുടെ ജോലി പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാ? ഐ ആം എന്ന് പറഞ്ഞിട്ട് ജോലി പറയാം. ഇപ്പം ഞാനൊരു ടീച്ചർ ആണെങ്കിൽ ഐ ആം എ ടീച്ചർ. ഞാനൊരു ബിസിനസ് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആളാണെങ്കിൽ ഐ ആം ആൻ ഓൺട്രപ്രനർ എന്ന് പറയാം. സോ ഐ ആം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജോലി നമ്മൾ പറയേണ്ടത്. ഇനി എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എങ്ങനെയാ പറയാ? ഐ വർക്ക് അറ്റ് എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ പേര് പറയാം. ഐ വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര, ഐ വർക്ക് അറ്റ് SBI, അല്ലെങ്കിൽ ഐ വർക്ക് അറ്റ് വിപ്രോ. അപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഐ വർക്ക് അറ്റ് എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയുടെ പേര് പറയാം. ഓക്കെ, അപ്പൊ ഞാനൊന്ന് പറഞ്ഞുതരാം ഒരു സെൽഫ് ഇൻട്രോ എൻ്റെ. ഓക്കെ, സോ ഇപ്പോ ഗുഡ് ഈവനിങ്, മൈ നെയിം ഈസ് രേവതി, ഐ ആം ഫ്രം പത്തനംതിട്ട, ഐ ആം എ ടീച്ചർ, ഐ വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര.
സിമ്പിൾ അല്ലേ? ഒത്തിരി പ്രയാസമുണ്ടോ? സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ ഇതേപോലെ നിങ്ങൾ 30 ഡേയ്സ് കറക്റ്റ് ആയിട്ട് ഈ വീഡിയോസ്, ഈ 30 ഡേയ്സ് ഒരു ചലഞ്ച് ആയിട്ട് തന്നെ എടുക്കുക. ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിങ്ങളെ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുത്ത് ഈ 30 ദിവസം കറക്റ്റ് ആയിട്ട് ഈ വീഡിയോസ് എല്ലാം 30 ദിവസം കണ്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ബേസിക് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ച് സർവൈവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അടുത്തത് ഇനി വരാൻ പോകുന്ന Day 2 ക്ലാസ് ആണ്. അതിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എനിക്ക് വെള്ളം വേണം, അല്ലെങ്കിൽ ഞാൻ കാത്തിരിക്കുകയാണ്, എനിക്ക് പോകണം, എനിക്ക് വരണം, അങ്ങനത്തെ ബേസിക് സെന്റൻസസ് ഇല്ലേ ഇംഗ്ലീഷിൽ പറയുന്നത്, മലയാളത്തിൽ നമ്മൾ പറയുന്നത്, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. ഉറപ്പായിട്ട് ഈ 30 ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, തീരെ ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കും. താങ്ക് യു. ഔട്ട്ഡ്രോ. English Mitra. Stop worrying, start learning.